iPlus സൊല്യൂഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റ് എഡ്യൂക്കേഷന്റെ അടുത്ത 20 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നെറ്റ് എക്സാമിന്റെ. So, following are the example of synchronous communication. Following are the example of synchronous communication. So, options തന്നിട്ടുണ്ട്. Video blogs, video conferencing, audio conferencing, electronic mail, virtual classroom. So, ഇവിടെ ഓപ്ഷൻ വന്നിരിക്കുന്നത് എന്താണ്? സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നമ്മൾ അസിങ്ക്രണസും സിങ്ക്രണസും എന്നും പറഞ്ഞ് ബ്ലെൻഡഡ് ലേണിംഗ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് സിങ്ക്രണസ് ആയിട്ടും അസിങ്ക്രണസ് ആയിട്ടുള്ള മോഡിലുള്ള ട്രാൻസ്ഫർ ഓഫ് എന്താണ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഇതിലെ സിങ്ക്രണസ് എന്താണ് അസിങ്ക്രണസ് എന്താണ് ഇവിടെ തന്നിരിക്കുന്നതിൽ എന്നാണ് ചോദ്യം വരുന്നത്. സോ സിങ്ക്രണസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ അതിൽ ഉൾപ്പെടണം? യെസ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഓഡിയോ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാവണം. അവിടെ എന്താണ് അവിടെ അപ്പുറവും ഇപ്പുറവുമുള്ള ആൾ എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ റിസീവറും സെൻഡറും ആക്റ്റീവ് ആയിരിക്കണം. സോ ഇവിടെ വീഡിയോ ബ്ലോഗ്സിൽ ഒരിക്കലും റിസീവർ ആക്റ്റീവ് ആയിരിക്കില്ല, സെൻഡർ ഓക്കെ. പിന്നെ വീഡിയോ കോൺഫറൻസിങ്ങിൽ യെസ്, സെൻഡറും റിസീവറും ആക്റ്റീവ് ആയിരിക്കും. ഈവൻ ദോ വീഡിയോ കോൺഫറൻസിങ്ങിൽ പല കേസിലും നമ്മൾ എന്താണ് ക്യാമറ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈവൻ ഓഡിയോ കോൺഫറൻസിങ്ങിലായാലും മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യും എങ്കിൽ പോലും ഈവൻ ഇൻ വെർച്വൽ ക്ലാസ് റൂമിലും ബട്ട് സ്റ്റിൽ അത് ചെയ്യുന്നത് ആക്ച്വലി തെറ്റാണ്. പക്ഷേ അങ്ങനെ സംഭവിക്കാറുണ്ട്, അതൊരു നിർഭാഗ്യം. എങ്കിലും വീഡിയോ കോൺഫറൻസിങ്ങിൽ റിസീവറും സെൻഡറും ആക്റ്റീവാണ്. ഇനി ഓഡിയോ കോൺഫറൻസിങ്ങിലും സെൻഡറും റിസീവറും ആക്റ്റീവാണ്, അതായത് നടക്കുന്ന സമയത്ത്. ഇനി ഇലക്ട്രോണിക് മെയിലിലോ ഇല്ല, നമ്മൾ മെയിൽ അയച്ചു, ഇമെയിൽ അല്ലേ, അപ്പോൾ അദ്ദേഹം റിസീവ് ചെയ്തിട്ട് അപ്പോൾ തന്നെ കണ്ട് അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നൊന്നുമില്ല. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണും ഒക്കെ ഉണ്ട്, അപ്പം തന്നെ മെയിൽ വരുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ സ്റ്റിൽ അവിടെയും റിസീവർ എപ്പോഴും അയക്കുന്ന സമയത്ത് ആക്റ്റീവ് ആവണം, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ആക്റ്റീവ് ആവണമെന്നില്ല. പിന്നെ അടുത്തത് വരുന്നത് ഏതാണ്? വെർച്വൽ ക്ലാസ് റൂം. ഡെഫിനറ്റ്ലി എന്താണ് റിസീവറും സെൻഡറും നോർമലി ആക്റ്റീവ് ആയിരിക്കും. എല്ലാ ടൈമിലും ആവണം എന്നില്ല, പക്ഷെ സ്റ്റിൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻസ് വരേണ്ടത് BCE ആവണം. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. യെസ്, കറക്റ്റ് ആൻസർ BCE ആണ്, ഓപ്ഷൻ 3. That is video conferencing, audio conferencing and in virtual classroom are synchronous mode of communication. Next question. If in the population intelligence is normally distributed, it means that ഇന്റലിജൻസ് നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അതിൽ ഇന്റലിജൻസ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി എന്താണ്, അവർ ആവറേജിലായിരിക്കും അല്ലേ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ എന്താണ് ആ ഒരു ലൈനിന് നേരെ ആയിരിക്കും. നമ്മൾ നമ്മുടെ ആപ്പിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോർമാലിറ്റി റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ നോർമൽ പ്രോബബിലിറ്റി, അതായത് +σ to -σ റീജിയൻ വരെ വരുന്ന നോർമൽ പ്രോബബിലിറ്റി കർവ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടുത്തെ അത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം നമുക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാം നോർമൽ പ്രോബബിലിറ്റി കർവിനോടുള്ള ഏരിയയിലാണെങ്കിൽ എന്തായിരിക്കും, ആവറേജ് റീജിയൻ ആണ് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ നോക്കാം. എവറിവൺ ഇൻ ദ പോപ്പുലേഷൻ ലാസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ദ സെയിം ലെവൽ ഓഫ് intelligence, then most of the people are average in their intelligence, most of the people have extremely high intelligence, most of the people have extremely low intelligence. ഇവിടെ correct answer ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ് ആവണം. That is most people are average in their intelligence. Yes,
Option 2 is correct answer. Most people are average in their intelligence. So ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നെറ്റിൻ്റെ ഇതിൻ്റെ ആൻസർ കീ വരുമ്പോൾ നമുക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആവാം അല്ലെങ്കിൽ ആണ് എന്ന് ഉറപ്പിച്ച്, കാരണം അവർ വരുമ്പോഴത്തേക്കും പക്ഷെ ഇതൊക്കെ കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട് വരുന്നതാണ്. So most of the people are average in their intelligence. So match the list 1 with list 2. So list 1, 4 quadrant approaches for first എന്താണ് quadrant approach for സ്വയം. So അടുത്തത് അതിലെ കമ്പോണൻസ് ആണ് നെക്സ്റ്റിൽ വന്ന് quadrant 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എയിൽ കൊടുത്തിരിക്കുന്നു ലിസ്റ്റ് 1. ലിസ്റ്റ് 2 ഡിസ്കഷൻ ഫോറം, ഈ ട്യൂട്ടോറിയൽ, അസസ്മെന്റ്, ഈ കോണ്ടന്റ്. സോ ഇവിടെ ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ quadrant 1 ഏതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതില് സ്വയം അപ്രോച്ച് വെച്ച് quadrant 1 ഈ ട്യൂട്ടോറിയൽ ആണ്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. then quadrant 2 വരുന്നത് ഈ കണ്ടന്റ്. then quadrant 3യിലാണ് ഡിസ്കഷൻ, quadrant 3യിലാണ് ഡിസ്കഷൻ ഉണ്ടാവുന്നത്. then quadrant 4ൽ അസസ്മെന്റ്. കാരണം ആ സ്വയം പ്ലാറ്റ്ഫോമിന്റെ ആ വർക്ക് ഫ്ലോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ ട്യൂട്ടോറിയൽ അത് ഈ കോണ്ടന്റ് വെച്ച്, സോ ഈ ട്യൂട്ടോറിയലാണ് അതിന് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് quadrant 3ൽ ഡിസ്കഷൻ ഫോറം, ദെൻ quadrant 4ൽ അസസ്മെന്റ്. സോ അത് പ്രകാരം ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. A2, B4, C1, D3. Yes. Sailor Alexander presented approach to curriculum with distinct 4 stages with feedback loop. Identify these stages. Sailor Alexander present ചെയ്ത curricular approach, ആ അപ്രോച്ചിൽ 4 different സ്റ്റേജ് ഉണ്ട് വിത്ത് ഫീഡ്ബാക്ക് ലൂപ്പും ഉൾപ്പെടെയുള്ള. ആൻഡ് ഏതാണ് എന്താണ് ഈ സ്റ്റേജസ് എന്നാണ് ഐഡന്റിഫൈ ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പോളിസി മേക്കിംഗ്, ഗോൾ സെറ്റിംഗ്, കരിക്കുലം ഡിസൈൻ, കരിക്കുലം ഇംപ്ലിമെന്റേഷൻ, കരിക്കുലം ഇവാലുവേഷൻ. സോ നോക്കൂ, ഇവിടെ സെയിലർ അലക്സാണ്ടർ പ്രസന്റ് ചെയ്ത കരിക്കുലാർ അപ്രോച്ച് പ്രകാരം ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ ഓപ്ഷൻസ് എനിക്ക് തോന്നുന്നു BCDE ആണ് ഓപ്ഷൻസ് ആയിട്ട് വരാൻ സാധ്യത. നിങ്ങൾ ആദ്യം ആൻസർ നോക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചെയ്തത്, നിങ്ങൾ ഓൾറെഡി ചെയ്തവരുണ്ടാവാം, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്തിട്ട് അടുത്ത ഓഗസ്റ്റ് എക്സാമിലേക്ക് നിങ്ങൾ പോകുന്നവരുണ്ടാകാം. എന്തായാലും നിങ്ങളായിട്ട് ഒരു ആൻസർ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ നോക്കാവൂ, അല്ലാതെ ആദ്യമേ കയറി ആൻസർ നോക്കരുത്. ഓക്കെ, സോ നോക്കൂ, ഇവിടെ choose the most appropriate answer from the options. So ഇവിടെ goal setting, curriculum design, curriculum implementation, curriculum evaluation. കാരണം അവിടെ സെയിലർ അലക്സാണ്ടർ പറഞ്ഞ കേസിൽ പോളിസി മേക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ബാക്കി എല്ലാത്തിലും നോക്കൂ, പോളിസി മേക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. ബാക്കിയെല്ലാം എന്താണ്? ഗോൾ സെറ്റിംഗ്, കരിക്കുലം ഡിസൈൻ, കരിക്കുലം ഇംപ്ലിമെന്റേഷൻ, കരിക്കുലം ഇവാലുവേഷൻ ആണ് സെയിലർ അലക്സാണ്ടറിന്റെ കരിക്കുലർ അപ്രോച്ച്. യെസ്, കറക്റ്റ് ആൻസർ ഇസ് BCDE only. Next question. PDCA in the theory of total quality management stands for direct question. അല്ലേ, നമ്മൾ പറഞ്ഞു പോകുന്നത് ഇതിലൊന്നും ഓപ്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ. പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് അല്ലേ, നമ്മളത് അങ്ങനെ തന്നെയാണ് എക്സ്പാൻഷൻ പറഞ്ഞു പോകുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്, ദാറ്റ് ഇസ് PCDA. കറക്റ്റ് ആൻസർ ഇസ് പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ പബ്ലിക് dedication tool which enables reusers to distribute, remix, adapt and build upon the material in any medium or format with no condition. So ഇത് ആക്ച്വലി ഒരു കുറച്ചൊരു മാനേജ്മെന്റ് ആ ഒരു ഏരിയ തന്നെ ഉള്ളത് തന്നെയാണ്. സോ അത് കുറച്ചൊരു അത്യാവശ്യം കുറച്ചൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഇൻ ദ സെൻസ് കുറച്ചൊരു എന്താണ് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ തന്ന് CC/N, CC/ND/NC, CC/0, then CC/SA, CC/SA,
CC by മാത്രം. ഓക്കെ, CC by അല്ല, ആക്ച്വലി CC BY തന്നെയാണ് നോക്കേണ്ടത് നമ്മൾ, ബാക്കിയെല്ലാം by അല്ല. ഓക്കെ, സോ അപ്പോൾ എന്താണ്? ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ ഇത് ഡയറക്റ്റ് ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പബ്ലിക് ഡെഡിക്കേഷൻ ടൂള് ഇതിൽ വന്നത് എന്താണ്? CCO അല്ലേ? CCO എന്നുള്ളതാണ്. CC0 എന്നോ CCO എന്നോ CC0 ആണ് നമ്മൾ പറയുന്നത് പൊതുവെ. സോ ഇവിടെ ഓപ്ഷൻ D only. സോറി, D അല്ല, C only. C അല്ലേ? CC0 എന്ന് വരുന്ന C only ആണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. Yes, correct answer is option C. So, from the steps given below, choose the correct sequence of steps in the clinical counseling as given by Williamson. So, ഇവിടെ guidance and counseling ന്റെ ഏരിയ എന്നുള്ള ചോദ്യമാണ് clinical counseling. So, counseling വില്യംസൺ മോഡൽ പ്രകാരം എന്താണ്, ഏതാണ് ഇതിന്റെ ഓർഡർ എന്ന്? ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് A ഡയഗ്നോസിസ്, B സിന്തസിസ്, C പ്രോഗ്നോസിസ്, D അനാലിസിസ്, E കൗൺസിലിംഗ് എന്നൊക്കെയാണ് തന്നിരിക്കുന്നത്. ബട്ട് ഇവിടെ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ നമ്മളിപ്പോൾ ഓർഡർ നമുക്ക് നോക്കുമ്പോൾ അയ്യോ ആദ്യം ഡയഗ്നോസിസ് വരണം, പിന്നെ സിന്തസിസ് വരണം, പിന്നെ അനലൈസ് ചെയ്യണം, പിന്നെ പ്രോഗ്നോസിസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ വില്യംസൺ പറഞ്ഞിട്ടുള്ള ഓർഡറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വില്യംസന്റെ ഓർഡർ പ്രകാരം വില്യംസൺ ആദ്യം അനലൈസ് ആണ് പറഞ്ഞത്. സോ അപ്പോൾ എങ്ങനെയാണ്? അനലൈസ്, then B synthesis, diagnosis, prognosis, yes, counseling. So ഇവിടെ ഓപ്ഷൻ D, B, A, C, E ആവണം. അപ്പോൾ ഓപ്ഷൻ 1 ആവണം കറക്റ്റ് ആൻസർ. Yes, option 1 is correct answer. Look, if Ramesh can successfully solve 60% of questions in the chapter of modern history in class 9 test of history, where passing percentage is 50, it will be termed as, ഇത് ഏത് type of evaluation, that is criterion evaluation, educational evaluation എന്നുള്ള ഏരിയ എന്നുള്ള ചോദ്യമാണ്. ക്രൈറ്റീരിയൻ റെഫറൻസ് ഇവാലുവേഷൻ ടെസ്റ്റ് ആണോ, നോം റെഫറൻസ് ടെസ്റ്റ് ആണോ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണോ, റെമഡിയൽ ടെസ്റ്റ് ആണോ? ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മൾ ഇതിനകത്ത് ലോജിക് ഒന്നും നോക്കണ്ട. 60% ചെയ്തു എന്നിട്ട് ക്ലാസ് 9 ടെസ്റ്റ്, അങ്ങനെ ഒന്നും ലോജിക്കായിട്ടൊന്നും നോക്കണ്ട. പക്ഷേ ഇവിടെ നോക്കൂ, രമേശ് സക്സസ്ഫുള്ളി സോൾവ് 60% ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദി ചാപ്റ്റർ ഓഫ് മോഡേൺ ഹിസ്റ്ററി 9th സ്റ്റാൻഡേർഡ്. ദെൻ എന്താണ്, 50%-ന് അവൻ പാസ്സായി. പാസിംഗ് പെർസെൻറ്റേജ് ഈസ് 50. സോ നമ്മൾ അവിടെ ഒരു ക്രൈറ്റീരിയ ടെസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. അതായത് 60% ഓഫ് ചോദ്യങ്ങൾ അവൻ ആൻസർ ചെയ്താൽ എന്താണ് അവന്റെ പെർസെൻറ്റേജ്? 50% അവന് പെർസെൻറ്റേജ്. അപ്പം നോർമലി എത്ര ഉണ്ടാവാം? 120 ചോദ്യങ്ങൾ ഉണ്ടാകാമായിരിക്കും. 60%, അതായത് അല്ലെങ്കിൽ എന്താണ്, ആ ചോദ്യത്തിന്റെ 120%. ചിലപ്പോൾ 50 ചോദ്യത്തിൽ നിന്ന് എന്താണ് അവൻ ഒരു 30 ചോദ്യങ്ങളോളം പാസ് ചെയ്താൽ അവന്റെ പാസിംഗ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 50% ആയിരിക്കും. സോ നമ്മൾ അവിടെ എന്ത് സെറ്റ് ചെയ്ത് കൊടുത്തു? ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ? അതേസമയം നോം എന്ന് ചോദിച്ചാൽ എന്താണ്, ഏജ് സ്റ്റേജ് ഒക്കെ പറയണം. ആദ്യമേ നോംസ് സെറ്റ് ചെയ്യണം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ല ഇത്. കാരണം അവന്റെ ഏതെങ്കിലും ഒരു എന്താണ് ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ റെമഡിയൽ ടെസ്റ്റേ അല്ല. കാരണം ഒരു ഡയഗ്നോസിസ് നടന്ന അല്ലെങ്കിൽ ഒരു ആക്ഷൻ റിസർച്ചിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ എന്തോടുന്ന റെമഡിയൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ദ കറക്റ്റ് ആൻസർ ഇസ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. Yes, here correct answer is criterion referenced test. Option 1. So next question, ഒരു match the following ആണ്. Okay, National Trust Act, Salamanca Statement, Right of Person with a Disability Act, United Nations Conventions on Right of a Person with a Disability.
സോ നിങ്ങൾ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ആ ഒരു ഏരിയ നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കണേ. കാരണം അവിടെ നിന്നൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് വരുന്നത്. നമ്മൾ ഒരുപാട് കവറപ്പ് ചെയ്യാതെ പോകുന്ന ഒരു ഏരിയയുമാണ് അത്. സോ നോക്കൂ, നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്നാണ്, ഏത് ഇയർ ആണെന്ന് ഓർക്കണം. പിന്നെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. സോ ഇവിടെ ഓപ്ഷൻ പ്രകാരം നാഷണൽ ട്രസ്റ്റ് ആക്ട് വരുന്നത് 1999 ആണ്. നമുക്ക് ഒരെണ്ണം കാണാതെ എപ്പോഴും അറിയാവുന്ന ഒരു സാധനം ആയിരിക്കും എല്ലാവർക്കും. ദാറ്റ് ഈസ് ഏതാണ്? റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി 2016. സോ അപ്പൊ അത് വെച്ചിട്ട് ബാക്കിയുള്ളതൊന്ന് നോക്കിക്കേ. C1 ഓപ്ഷൻ വന്നിരിക്കുന്നത് ഒരേ ഒരെണ്ണേ ഉള്ളൂ. സോ അപ്പൊ അത് നമുക്ക് അതെടുത്ത് കോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ആണ് വന്നിരിക്കുന്നത്. സോ അവിടെ നോക്ക്, നാഷണൽ ട്രസ്റ്റ് ആക്ട് യെസ് 1999. ദെൻ സലമാങ്ക സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് 1994. കാരണം അത് നമ്മൾ കേട്ടിട്ട് ഒരു പഴയ ഇതല്ലേ. നോ ഇനി അപ്പോൾ B4, ദെൻ C1 റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി 2016 ആണ്. ഇനി അടുത്തത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് 2006 സോ അത് തിരിഞ്ഞു പോകരുത്. സോ കാരണം അതാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. യെസ്, ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, that is A3, B4, C1, D2. Next question. Component of educational management are. Components of educational management are educational direction, educational theory, educational measurement, educational evaluation, educational control. Choose the correct answer from the option given below. നോക്കൂ, ABC ഉള്ളി, ACD ഉള്ളി, ADE ഉള്ളി, ACE ഉള്ളി. ഓപ്ഷൻസിന് വലിയ ഇതില്ല, നമ്മൾ ആ രീതിയിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, എഡ്യൂക്കേഷണൽ ഡയറക്ഷൻ ആണ്, എഡ്യൂക്കേഷണൽ തിയറി, എഡ്യൂക്കേഷണൽ മെഷർമെന്റ്, എഡ്യൂക്കേഷണൽ ഇവാലുവേഷൻ, എഡ്യൂക്കേഷണൽ കൺട്രോൾ. അപ്പോൾ ഒരു മാനേജ്മെന്റിന്റെ കമ്പോണൻസ് ഏതൊക്കെ നോക്കൂ. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ADE ആണ്. ദാറ്റ് മീൻസ് എഡ്യൂക്കേഷണൽ ഡയറക്ഷൻ, എഡ്യൂക്കേഷണൽ ഇവാലുവേഷൻ, എഡ്യൂക്കേഷണൽ കൺട്രോൾ. കാരണം അവിടെ മാനേജ്മെന്റിൽ തിയറി അല്ലെങ്കിൽ മെഷർമെന്റും ഇവാലുവേഷനും ഏകദേശം ഒരുപോലെ വരുന്നുണ്ട്. സോ ഇവാലുവേഷൻ ആണ് കൂടുതൽ നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത്. സോ ADE ഉള്ളി, ADE അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചലഞ്ച് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ്. ഡയറക്റ്റ് ചോദ്യം നോക്ക്. ചലഞ്ച് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്ന ടൈറ്റിലോടെ വന്ന ഡോക്യുമെന്റ് ഏതാണ്? ചലഞ്ച് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ്. NBE 1986, NBE 1968, NEP 2020, then Eshpal Committee Report 1992. സോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമ്മളെല്ലാ എന്താണ് ആക്ടുകളുടെയും അല്ലെങ്കിൽ ഇതുപോലുള്ള NPE, NEP, അതുപോലെ തന്നെ എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇപ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. NEPയുടെ ഞാനൊരു സ്ലൈഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇനിയിപ്പോൾ എന്തായാലും ചോദിക്കാൻ വരും. സോ അപ്പോൾ അതൊരു സ്ലൈഡ് അല്ല, ഒരു വീഡിയോ ക്ലാസ് ചെയ്ത് ഞാൻ ഗ്രൂപ്പിൽ ആപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവും. സോ ഇവിടെ എന്താണ്, NEP 2020 ആണോ, 1986 ആണോ, 1968 ആണോ, അതോ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ടാണോ? നത്തിങ് ബട്ട് നമുക്ക് എളുപ്പം അറിയാവുന്നതാണ്. 1986 NPE നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് ചലഞ്ച് എഡ്യൂക്കേഷൻ എ പോളിസി പെർസ്പെക്റ്റീവ് എന്നുള്ള ടൈറ്റിലോടെ വന്നത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് NPE 1986. Now, the steps involved in establishing split half reliability includes. Split half, നമ്മൾ റിലയബിലിറ്റി ടെസ്റ്റ് പറഞ്ഞു. റിലയബിലിറ്റി ടെസ്റ്റ് എന്തിനാണ്? ഒരു ടെസ്റ്റിന്റെ ഒരു ഗുഡ് ടെസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ എടുക്കുന്ന ഒരു ടൂള് ഗുഡ്, ഒരു എന്താണ് റിലയബിൾ, അതായത് അതിന്റെ കൺസിസ്റ്റൻസി, നമുക്ക് എപ്പോഴും ട്രസ്റ്റ് വർത്തിനെസ് നോക്കുന്നതാണ് ടെസ്റ്റിന്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത്. സോ അവിടെ
പല മെത്തേഡ്സ് ഉണ്ട്. ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്, സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്, പാരലൽ ഫോം മെത്തേഡ്, ഇങ്ങനെയൊക്കെയുള്ള പല മെത്തേഡുകളുണ്ട് റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണ്? The steps involved in establishing is split half reliability test. സ്പ്ലിറ്റ് ഹാഫിന്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് പിന്നെന്താ അവിടെ നടക്കും? അവിടെ ആ എടുക്കുന്ന ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ട്, അതിനെ 2 പകുതികളാക്കി ഡിവൈഡ് ചെയ്യണം. ചില സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഓഡ് നമ്പേഴ്സ് ഒരു സൈഡും ഈവൻ നമ്പേഴ്സ് അടുത്ത ഹാഫ് ആയിട്ടും 1 3 5 അങ്ങനെ വന്നിരിക്കുന്നത് ഒരു സൈഡിലെടുക്കും, ഒരു ഹാഫ് ആയിട്ടും, ദെൻ 2 4 6 8 എന്നൊക്കെ പറയുന്നത് അടുത്ത ഹാഫ് ആയിട്ടും എടുക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് കാൽക്കുലേറ്റ്. ഇവ തമ്മിലുള്ള, അപ്പൊ 2 ഹാഫ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിലുള്ള കോറിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ടെസ്റ്റ് റിലയബിലിറ്റിയിൽ. ഇവ തമ്മിലുള്ള, നമ്മളെപ്പോഴും കോൺവെക്സ് ആൽഫ എന്നൊക്കെ പറഞ്ഞുള്ള വാല്യൂസ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അവ തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കോറിലേഷൻ ആ ടെസ്റ്റ് സ്കോർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സബ്സ്കോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കോറിലേഷൻ കണ്ടുപിടിച്ച് ആ സ്കോർ എടുത്ത് സബ്സ്കോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. സോ നിങ്ങൾക്ക് ഈ 3 ഓർഡർ ഇതൊന്നും ഓർത്തിരുന്നാൽ മതി. ആദ്യം എന്താണ്? ടെസ്റ്റ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യണം. ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പകുതിയാക്കണം. ചെയ്തതിന് ശേഷം നമുക്ക് ഓഡ് ഈവൻ നമ്പറും എടുത്ത് പകുതിയാക്കാൻ പറ്റുക കുട്ടികളെ റിസൾട്ട് കിട്ടുന്നത്. ദെൻ എന്ത് ചെയ്യണം? കോറിലേഷൻ കണ്ടുപിടിക്കണം 2 ഹാഫ് തമ്മിലുള്ളത്. സോ അവിടെ എവിടെ വരും? CBA എന്നുള്ള ആ ഒരു ഓർഡറിൽ പോകും. ഇവിടെ CBA എന്നുള്ള ഓർഡറിൽ പോയിരിക്കുന്ന ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 3. സോ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? യെസ്, ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. CBADE. നെക്സ്റ്റ്, Lord Ripon appointed the commission with some Indian members, and it was asked to inquire particularly into the manner in which the principle of Wood's Dispatch of 1854 were implemented. This was. ഇത്രയും വലിയ കഥകളൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. 1854 വുഡ്സ് ഡെസ്പാച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ അത് വന്നിട്ടുണ്ട്, പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തു പോയില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിപ്പൺ പ്രഭു, ലോർഡ് റിപ്പൺ അല്ലേ, അദ്ദേഹം എന്താണ് ഇന്ത്യൻ മെമ്പേഴ്സിനെയൊക്കെ കൂടെ ചേർത്തൊരു എന്തുണ്ടാക്കി? ഒരു കമ്മീഷൻ ഉണ്ടാക്കി. അപ്പൊ അത് ഏതാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ്, ഉത്തരം അതിനേക്കാൾ ആൻസർ എളുപ്പമാണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഹണ്ടർ കമ്മീഷൻ. ഓക്കെ, സോ ഹാൽഡെയിൻ ഉണ്ട്, ഹർട്ടോഗ് ഉണ്ട്, ഹണ്ടർ ഉണ്ട്, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഉണ്ട്. ഒന്നുമില്ല, 1854 കഴിഞ്ഞിട്ട് ഒരു 1890 ആ ഒരു ഇതിലേക്ക് വന്നതാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട്. ഓപ്ഷൻ 3 ആണ്. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് അല്ല, ഹണ്ടർ കമ്മീഷനെയാണ് അവര് നിയമിച്ചത്. ആര്? ലോർഡ് റിപ്പൺ നിയമിച്ചത്. ഓപ്ഷൻ 3. Now, next question. Steps of a statistical test includes the following. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന്. കാൽക്കുലേറ്റിംഗ് ഡിസൈർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്, സ്റ്റേറ്റിംഗ് ദ null hypothesis, comparing calculated statistics with the tabulated statistics, accepting or rejecting null hypothesis. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ തുടങ്ങുന്നവര്, ഐ മീൻ ഫസ്റ്റ് ഇയേഴ്സിലുള്ള കുട്ടികൾ ഇത് കേൾക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സെക്കൻഡ് ഇയർ MEd ചെയ്ത് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ PG കഴിഞ്ഞ ആ ഒരു റിസർച്ചിന്റെ സെക്കൻഡ് ഇയറിലെ തീസിസിനൊക്കെ ആ ഒരു സമയം ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ആ ഒരു ഏരിയ കൈകാര്യം ചെയ്ത് കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് സ്റ്റേറ്റ് ചെയ്യും? കണ്ണടച്ചുകൊണ്ട് പറയാം, നൾ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് നോക്കേണ്ടത്. അപ്പോൾ എന്താണ്? ഡിസൈർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സും ടാബുലേറ്റഡ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടുള്ള റിസൾട്ട്സിനെ അത് കമ്പയർ ചെയ്യും.
അല്ലേ? അത് കഴിഞ്ഞിട്ട് എന്ത് വരും? യെസ്, അത് കഴിഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവോ റിജക്റ്റ് ചെയ്യുവോ ചെയ്യും നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്താണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്റ്റേറ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ്, എൻഡിങ് വിത്ത് ഇന്റർപ്രറ്റിംഗ് ദി നൾ ഹൈപ്പോത്തസിസ്. നൾ ഹൈപ്പോത്തസിസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? whether we are accepting or rejecting null hypothesis. By the way പറയട്ടെ, ഇപ്പൊ നമ്മൾ accepting എന്ന് പറയത്തില്ല, rejected or not rejected എന്നുള്ള ടേമിലാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. സോ rejected അല്ലെങ്കിൽ not rejected, അങ്ങനെ accepted എന്നും പറഞ്ഞൊരു ടേം ഇല്ല. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ റിസർച്ച് മെത്തഡോളജി പ്രകാരം ഓരോരോ കാലങ്ങൾ കഴിയുമ്പോൾ ഓരോരുത്തരും അത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുമല്ലോ. സോ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന 1ഉം 3ഉം 4ലും എന്താണ്? സ്റ്റാർട്ടിങ് വിത്ത് നൾ ഹൈപ്പോത്തസിസ് ആണ്. സോ അപ്പൊ എന്താണ്? നമുക്കത് 1ഓ 3ഓ 4ഓ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ എൻഡിങ് വിത്ത് ഇന്റർപ്രറ്റിംഗ് റിസൾട്ട് തന്നെയാണ് അവിടെയും കിടക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ഓപ്ഷനും കറക്റ്റ് ആണ് അവിടുത്തെ. സോ അപ്പൊ തൊട്ട് സെക്കൻഡ് ലാസ്റ്റ് നോക്കിക്കേ. സെക്കൻഡ് ലാസ്റ്റില് നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ എന്താണ് റിജക്റ്റ് ചെയ്യുവോ നോട്ട് റിജക്റ്റ് ചെയ്യുവോ എന്ന ബേസിസിലാണ് റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഇ വരണം 4ാമത്തെ പൊസിഷനിൽ. സോ നോക്കൂ, ഇവിടെ 4ാമത്തെ പൊസിഷനിൽ ഓപ്ഷൻ ഇ വന്നിരിക്കുന്നതും 1ാമത്തെ പൊസിഷനിൽ ഓപ്ഷൻ സി വന്നിരിക്കുന്നതും സ്റ്റാർട്ടിംഗ് വിത്ത് നൾ ഹൈപ്പോത്തസിസ് വന്നിരിക്കുന്നതും ലാസ്റ്റില് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് വന്നിരിക്കുന്നതും ഓപ്ഷൻ 3 ആണ്. സോ നമുക്ക് അത് ലോക്ക് ചെയ്യാം. യെസ്, ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3, that is CADEB. That means starting with the null hypothesis, stating the null hypothesis, then calculating desired statistics, comparing calculated, കാരണം calculate ചെയ്താൽ അത് compare ചെയ്യണമല്ലോ with the tabulated statistics, then yes, accepting or rejecting null hypothesis, then comes interpreting the result. So question number 65. Again match the following. So scientific inquiry model, non-directive model, creative model, information development model. Options വന്നിരിക്കുന്നത് അതിന്റെ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ലിസ്റ്റ് കാൾ റോജേഴ്സ്, ഗോർഡൻ, ബ്രൂണർ, ഷൂമാൻ. നമുക്കറിയാം ഇതിലൂടെ ഡയറക്റ്റീവ് ക്വസ്റ്റൻ ആണ് അല്ലെ. നോൺ ഡയറക്റ്റീവ് മോഡൽ നമുക്കത് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോൺ ഡയറക്റ്റീവ് മോഡൽ ആരുടേതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നോൺ ഡയറക്റ്റീവ് മോഡൽ ദാറ്റ് മീൻസ് ഏതാണ്? കൗൺസിലിംഗ് ആ ഒരു ഭാഗങ്ങളൊക്കെ വരുന്ന വെച്ച് നോൺ ഡയറക്റ്റീവ് മോഡൽ ഇറ്റ് ഈസ് കാൾ റോജേഴ്സ്. സോ അപ്പൊ ആ B1 ഓപ്ഷൻ വരുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. സോ അതുപോലെ തന്നെ സയന്റിഫിക് ഇൻക്വയറി മോഡൽ ആരുടേതാണ്? ഷൂമാന്റെ ആണ് സയന്റിഫിക് ഇൻക്വയറി മോഡൽ അല്ലെ. പിന്നെ ഇൻഫർമേഷൻ ഡെവലപ്മെന്റ് മോഡൽ, ഇൻഫർമേഷൻ പ്രോസസിംഗ് മോഡൽ അല്ലെങ്കിൽ ആ ബ്രൂണർ അല്ലെ. ഇൻഫർമേഷൻ ആ ഒരു ഇത് വരുന്നതെല്ലാം ബ്രൂണർ ആണ്. ഇവിടെ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. സോ ഹിയർ ഓപ്ഷൻ 4 is correct answer. That is scientific inquiry model Schumann, then non-directive model Carl Rogers, then C2 that is creative model Gordon, then information development model is Brunner. So next question, andragogy involves. ശരിക്കും പെഡഗോഗി ചൈൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ആൻഡ്രഗോഗി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ അഡൽട്ട് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് അല്ലേ. പെഡഗോഗി ചൈൽഡ്, ആൻഡ്രഗോഗി അഡൽട്ട് എന്നുള്ള രീതി. ഇവിടെ നോക്കൂ, ആൻഡ്രഗോഗി ഇൻവോൾവ്സ് അതിന്റെ ഓപ്ഷൻസ് എല്ലാം ഇത് വന്നിരിക്കുന്നത് മോസ്റ്റ്ലി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, ലാർജർ എമൗണ്ട് ഓഫ് ലൈഫ് എക്സ്പീരിയൻസസ്, then teacher led instruction, teachers ആയിട്ട് നയിക്കുന്ന ഇൻസ്ട്രക്ഷൻ, then young children. സോ ഇത്രയുമാണ് ABCD എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് പെടുത്തി തന്നിരിക്കുന്നത്. നോക്കൂ, ഇവിടെ ചൂസ് ദ കറക്റ്റ് ആൻസർ. നമുക്കിവിടെ ഒരു കാര്യം അറിയാം, ആൻഡ്രഗോഗിയില് എന്തായാലും അഡൽട്ട് ആണല്ലോ. അഡൽട്ട് ആകുമ്പോൾ ഡെഫിനറ്റ്ലി സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആണ് അവിടെ കൂടുതൽ വരുന്നത് അല്ലെ. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഒക്കെ കൂടുതൽ ഉണ്ടാവണമെന്നൊന്നും പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ ബി ഉണ്ട്. സോ ദാറ്റ് ഇസ്
സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. സോ അതുപോലെ തന്നെ ആൻഡ്രഗോഗി ഇവൻ ലൈഫ് പോകുന്തോറും വി ആർ എന്താണ് റിച്ച് വിത്ത് എക്സ്പീരിയൻസസ് എന്നാണ് പറയുന്നത്. സോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ലാർജർ എമൗണ്ട് ഓഫ് ലൈഫ് എക്സ്പീരിയൻസസ്, ലാർജർ എമൗണ്ട് ഓഫ് ലൈഫ് എക്സ്പീരിയൻസസ്. സോ ഇവിടെ ഇത് പ്രകാരം ഓപ്ഷൻ 3 ബി ആൻഡ് സി ആവാനാണ് കറക്റ്റ്. നോക്കാം. യെസ്, ഓപ്ഷൻ 3, that is andragogy involves self-directed learning and larger amount of life experiences. Next, match list 1 with list 2. നമ്മൾ എപ്പോഴും പറയില്ലേ ഈ ഫിലോസഫി, അതായത് ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി അതുപോലെ തന്നെ വെസ്റ്റേൺ ഫിലോസഫി, ഇതൊക്കെ പഴകിയ ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എത്ര കാലം അല്ലെ, നെറ്റ് എക്സാം തുടങ്ങിയ കാലം മുതലേ ഇവയുള്ള ഈ ഒരു സിലബസിലുള്ള സാധനങ്ങളാണ്. സോ പക്ഷേ എന്നാലും അവിടെ എന്താണ് അതിനൊരു ഇമ്പോർട്ടൻസ് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി അല്ലേ. ഫസ്റ്റ് യൂണിറ്റ് ഏരിയ വരുന്നത് നോക്കൂ, ലിസ്റ്റ് ഫിലോസഫി, ഫിലോസഫേഴ്സ്, ഡയറക്റ്റ് ചോദ്യമായിരുന്നു ഇതല്ലേ. സാങ്ക്യ ഫിലോസഫി ആരുടേതാണ്? ദെൻ വേദാന്ത, ജൈനിസം, ബുദ്ധിസം. സോ നോക്കാനൊന്നുമില്ല അല്ലേ. ഓപ്ഷൻ നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കുള്ള സാങ്ക്യ ഫിലോസഫി, കപില അല്ലേ. നമ്മള് സാങ്ക്യ കെ കപില എന്ന് പറഞ്ഞ് പഠിക്കണമെന്ന് പറഞ്ഞ് നമ്മള് നമ്മുടെ ആപ്പില് നോട്ട്സിന്റെ അകത്ത് നമ്മൾ ആ ഒരു ക്ലൂ പോലെ പറഞ്ഞിട്ടുണ്ട്, സാങ്ക്യ കെ ഫോർ കപില. സോ നോക്ക്, വേദാന്ത ഫിലോസഫി ആദിശങ്കര അല്ലേ. വേദാന്തം, അദ്വൈത വേദാന്തം, ദ്വൈതവും അദ്വൈതവും എന്നൊക്കെ പറഞ്ഞ് അദ്വൈത വേദാന്തം കൊണ്ടുവന്ന ആദിശങ്കരൻ. സോ അപ്പോ എയും ബിയും കിട്ടി, അതായത് A3 B4 കിട്ടി. A3 B4 വരുന്നത് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കാം. ഒറ്റ ഒരെണ്ണേ ഉള്ളൂ അല്ലെ, ദാറ്റ് ഇസ് 2. ദാറ്റ് മീൻസ് C for ജൈനിസം. ജൈനിസം ആരുടെയാണ്? എക്സാക്ട്ലി പാർശ്വനാഥ്. അവരെ പാർശ്വനാഥ് എന്നാണ് അവരെ വിളിച്ചിരുന്നത് അല്ലെ, പാർശ്വനാഥ്. ദെൻ അപ്പൊ എന്താണ് ബുദ്ധിസം, ദിഗ്നാഥ. ബുദ്ധിമുട്ട് വരാൻ ഒരു ചാൻസ് ഇല്ല ഇത്. സോ ഹിയർ ഓപ്ഷൻ 3 is the option 2 is the correct answer. That is A3, B4, C2 and D1. So pick the incorrect curriculum approach and related philosophy combination. A, subject area approach. B, broad field approach, idealism. C, social problem approach, reconstructionism. Emerging need approach, positivism. ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് കരിക്കുലം അപ്രോച്ച് ആണ്. സോ നോക്കൂ, സബ്ജക്ട് ഏരിയ അപ്രോച്ച് ഓഫ് കോഴ്സ് റിയലിസം ആണ് പറയുന്നത്. ദെൻ ബ്രോഡ് ഫീൽഡ്, അതായത് എന്താണ് അവസാനം നമ്മൾ ഏതിലേക്ക് എത്തണം എന്നാണ്, ആ ഡിവൈനിറ്റിയുമായിട്ട് യുണൈറ്റ് ചെയ്യണം എന്നാണ് ഐഡിയലിസം പറയുന്നത്. സോ അപ്പോൾ ബ്രോഡ് ഫീൽഡ് അപ്രോച്ചിൽ തന്നെയാണ് അതിന്റെ കരിക്കുലം വിഭാവനം ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കൂ, സോഷ്യൽ പ്രോബ്ലംസ് അപ്രോച്ച്, റീകൺസ്ട്രക്ഷനിസം. അതെ, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്തെടുക്കണം. സോ അപ്പൊ അതുമല്ല. നോക്കൂ, എമർജിങ് നീഡ് അപ്രോച്ച്, അത് പോസിറ്റിവിസം അല്ല. പോസിറ്റിവിസം എന്താണ്? പോസിറ്റീവ് വേയിൽ എന്നുള്ളതിലാണ് അല്ലെ. അതുപോലെ തന്നെ എമർജിങ് നീഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എക്സിസ്റ്റൻഷ്യലിസം, മാൻ നീഡ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് പോകും. സോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ 3 D ആവാനാണ് ചാൻസ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. നോക്കാം. യെസ്, correct answer is option D, that is emerging need approach, positivism അല്ല. Again വീണ്ടും ഒരു match the following with the direct question. നോക്കൂ, the city of God, the republic, utopia, the great didactic. ഇതൊക്കെ എഴുതിയത് ആരാണ്? ഇത്രേ ഉള്ളൂ പ്രൊപ്പോണൻസ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയൽ സൊസൈറ്റി മോഡൽസ് ആണിത്. സോ റിപ്പബ്ലിക് ഇതൊക്കെ അത് എഴുതിയത് ആര്? നോക്കൂ, റിപ്പബ്ലിക് ആരുടെയാണ്? കണ്ണടച്ചോണ്ട് പറയാം അല്ലെ, റിപ്പബ്ലിക് പ്ലേറ്റോ, നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡൈഡാക്ടിക് അപ്രോച്ച് കൊമ്യൂണിയസ്, അവർ ആ ഒരു ബാച്ചിന്റെയാണ് അത്. അപ്പൊ ഇത് രണ്ടും ഓപ്ഷൻ A3യും B4ഉം വരുന്ന, സോറി B4ഉം A3യും കറക്റ്റ്, A3യും B4ഉം വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കൂ. ഇവിടെ ഒന്നുമില്ല അധികം അല്ലെ. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻസിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 1 or 2 എണ്ണം അറിഞ്ഞിരിക്കാമെങ്കിൽ ബാക്കിയെല്ലാം മിനിമം 1 എണ്ണം അറിഞ്ഞിരുന്നാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. എനിവേ ഇവിടെ നോക്കാം, ഓപ്ഷൻ 3 ആണ് എന്ന് തോന്നുന്നു. യെസ്, ഓപ്ഷൻ 3 is the correct answer. That is the city of God ആരുടേതാണ്? It is Augustine. Then republic ആരുടേതാണ്? It is Plato.
Then utopia concept Thomas Moreന്റെ അല്ലേ. Then the great didactic Comenius. So correct answer is option 3. Next, intellectual disability, hearing impairment, learning disability, visual impairment. Again ഒരു match the following അല്ലേ. List achievement potential discrepancy, then tactile path, then IQ less than 70, audiometry. So അപ്പോൾ നമുക്ക് ഇതിൽ പെട്ടെന്ന് അറിയാവുന്ന എന്താണ്? യെസ്, വിഷ്വൽ ഇമ്പയർമെന്റ് കണ്ണിൽ കാണാൻ പറ്റാത്ത, നമ്മൾ ആനി സള്ളിവാനെ ഓർക്കുക, അവരെങ്ങനെയാണ് ഫീൽ ചെയ്യിപ്പിച്ചിട്ടാണ് കൊടുത്തത് അല്ലേ. നമ്മൾ അതൊന്ന് ഓർക്കുക, നമ്മൾ എങ്ങനെ അവർക്ക് കൊടുത്തു, ഫീൽ ചെയ്യിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പൊ ടാക്ടൈൽ ആയിട്ടുള്ള പാത്ത് ആയിരിക്കണം അവർക്ക് ചൂസ് ചെയ്യേണ്ടത്. സോ ഡി ഓപ്ഷൻ 2 ആണ് വരേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബാക്കിയൊന്നും നോക്കേണ്ട കാര്യമില്ല, എങ്കിൽ പോലും ഡി ഓപ്ഷൻ 2 വരുന്ന ഒരൊറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ. എനിവേ, എന്നാലും ഹിയറിംഗ് ഇമ്പയർമെന്റിന് നമ്മൾ ഏതാണ് പോകുന്നത്? ഹിയറിംഗ് ഇമ്പയർമെന്റ് നമ്മൾ ഓഡിയോമെട്രി ആയിരിക്കുമല്ലോ പോവുക. ദെൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി IQ ലെസ് ദാൻ 70 അല്ലേ. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി, അച്ചീവ്മെന്റ് പൊട്ടൻഷ്യലിലുള്ള ഡിസ്ക്രിപ്പൻസി കൊണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളൊരു ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 നോക്കാം. സോ ഓപ്ഷൻ 1 is the correct answer. With this നമ്മൾ ഓൾമോസ്റ്റ് 70 ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങൾ ഉള്ളതിൽ 70 ചോദ്യങ്ങളോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി അടുത്ത ഒരു 20 ചോദ്യങ്ങൾ കൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അടുത്ത 10 ചോദ്യം വരുന്നത് കോംപ്രിഹെൻഷൻ ആണ് അല്ലേ. അപ്പൊ ആ അടുത്ത ഒരു സെറ്റിൽ നമ്മൾ അടുത്ത 20 ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ളത് നന്നായിട്ട് ഏരിയ നോക്കി മനസ്സിലാക്കി, എങ്ങനെ അവർ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങൾ അടുത്ത നെറ്റ് എക്സാമിനേക്ക് പ്രിപ്പയർ ചെയ്യുവാൻ. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം.